ഹലോ എവരിവൺ. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെന്റിന് ചാൻസുള്ള ഷെയർസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രേഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു കൺസോൾട്ടേഷൻ ലൈക്ക് മൂവ്മെന്റ് ആയിരുന്നു. നിഫ്റ്റി മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മുമ്പത്തെ ദിവസത്തെ ലോ, അതായത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായി, അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള ചെറിയൊരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ മൂവ്മെന്റ് ഉണ്ടായി. അന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ലോ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അതൊരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ല. അതൊരു അതിന്റെ മുമ്പത്തെ ദിവസത്തെ ഹൈൻ്റെ ലോവിന്റെ ഇടയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ്. കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലുള്ള മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് ട്രെൻഡ് നോക്കുമ്പോൾ ഓവറോൾ ഒരു ബെയറിഷ് ട്രെൻഡാണ്. ഇൻ കേസ് നാളത്തെ മാർക്കറ്റിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു മൂവ്മെന്റ് വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചൊരു ഡൗൺ മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ല ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാം. ഓക്കെ, വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസ് ചെയ്തിട്ട് മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം എടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത് OFSS ആണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും OFSSന്റെ ഒരു 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ OFSSന്റെ ഒരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു സപ്പോർട്ട് സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഇങ്ങോട്ട് നോക്കുമ്പോഴും ഈ ഒരു സപ്പോർട്ട് സോണിൽ എന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ താഴേക്ക് ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഷെയർ ആണ് JSW സ്റ്റീൽ. JSW സ്റ്റീലിന്റെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോൺ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത് ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇതിൽ താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ്മെന്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു മൂവ്മെന്റ് ഒരു 1% മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ ആണെന്നിട്ട് മാത്രം എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ഷെയർ ആണ് ട്രെൻഡ്. ട്രെൻഡിന്റെയും ഒരു സപ്പോർട്ട് സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേണിന്റെ താഴെ ഉള്ള ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ഇവിടേക്ക് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നാലാമതായിട്ട് വരുന്ന ഷെയർ ആണ് ലിബറസ് ലാബ്സ്. ഇതിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 തവണ ആ റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് വന്നിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മേലേക്ക് ഒരു ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കാം. കംപ്ലീറ്റ്ലി ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എൻട്രി എടുക്കാതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം. എന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 4 ഷെയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ഒരു സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലേക്ക് ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ അതിന്റെ മേലെയാണ്. 3 മിനിറ്റ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2% അടുത്ത് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ ഇന്നത്തെ മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2% മേലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്രോനെറ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ഇവിടെ ആയിരുന്നു. ഓപ്പണിംഗ് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ അത് ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ അതിൽ നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടില്ല പെട്രോനെറ്റിൽ. നമ്മൾ പി എല്ലിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പി എല്ലിൻ്റെ ഒരു സപ്പോർട്ട് സോൺ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് ടൈമിൽ അതൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അത് പക്ഷേ കറക്റ്റ് ഒരു അവസാനിക്കാൻ നേരത്തായിരുന്നു അതിന്റെ മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു എൻട്രി എടുത്തതുണ്ടോയെന്ന് അറിയില്ല. അതിൽ നമുക്കൊരു എൻട്രി ഇല്ല. ഓക്കെ, ബ്രേക്ക് ഔട്ട് പ്രകാരം എൻട്രി ഉണ്ട്. പക്ഷെ നമ്മൾ അന്നേരം ഇൻട്രാഡേ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ ഷെയർ വേണമെന്നുണ്ടെങ്കിൽ നാളത്തെ മാർക്കറ്റിൽ ഈ ഷെയറും കൺസിഡർ ചെയ്യാം. പി വി എൽ എന്നിട്ടുള്ള ഷെയറും കൺസിഡർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോളിക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ. അതിൻ്റെ എൻട്രി ട്രിഗർ ആയിട്ടില്ല. അതിന്റെ റെസിസ്റ്റൻസ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു. പക്ഷെ ആ ഒരു റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു എൻട്രി ഉണ്ടായിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഷെയർ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം, നമുക്ക് അനാലിസിസ് ചെയ്യാം. പിന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. നമ്മളെ ചാനൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇവിടെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും.